ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭക്തജന കൂട്ടായ്മ നിർമ്മിച്ച വലിയ നടപ്പന്തലിന്റെ സമർപ്പണം ഞായറാഴ്ച നടക്കും. സമർപ്പണ സമ്മേളനം ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും. ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭക്തജന കൂട്ടായ്മ നിർമ്മിച്ച വലിയ നടപ്പന്തൽ ഞായറാഴ്ച സമർപ്പിക്കും. ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭക്തജന കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു. 2.25 കോടിയിലധികം രൂപ വരുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നടപ്പന്തൽ നിർമ്മിച്ചിരിക്കുകയാണ്. ഈ ഡിസംബർ മാസം 14-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നടത്തപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ അവர்களാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. 2 MLA-മാർ, ഹരിപ്പാട് MLA-യും കായംകുളം MLA-യും, അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് അംഗം പി.ഡി. സന്തോഷ് കുമാർ, അതേപോലെ തന്നെ പ്രസിദ്ധ ഗാനരചയിതാവ് ശരചന്ദ്ര വർമ്മ തുടങ്ങിയവർ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ബഹുജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി നിർമ്മിക്കുന്ന ഈ സംരംഭം ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ പര്യാപ്തമായിട്ടുള്ളതാണ്. ശംഖുചക്ര പ്രയോഗധാരിയായ, വളരെ അപൂർവങ്ങളിൽ അപൂർവമായ പ്രയോഗചക്രധാരിയായ പ്രതിഷ്ഠയുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ്. അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. ഇപ്പം നമ്മളിതിൻ്റെ ഈ നാടിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ നാടിൻ്റെ ഒരു വലിയ സ്വപ്നം നമുക്ക് സ്വപ്നം കാണാൻ മാത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു തലങ്ങളിലേക്ക് ഇവരുടെ ഒരു വലിയൊരു കൂട്ടായ്മയിൽ അത് കുറച്ച് നിസ്വാർത്ഥമായിട്ട് ഭഗവാനോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്ന കുറച്ച് ഭക്തർ ചേർന്നിട്ടാണിത് നിർമ്മിക്കാനിടയായത്. നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള ഇത്രയും വലിയൊരു നടപ്പന്തൽ വളരെയധികം തന്നെ നിർമ്മാണം മറ്റു പ്രശ്നങ്ങളൊന്നും കൂടാതെ നടത്തുവാൻ സാധിച്ചത്. ദശാവതാരം ഉൾപ്പെടെ കണ്ണൻ്റെ ജന്മം മുതൽ ദുർഗാരോഹണം വരെയുള്ള ഭാഗങ്ങളുടെ ചിത്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു സൈഡിലെ തൂണുകളിൽ 10 തൂണുകൾ വെച്ചാണ്. ഒരു സൈഡിലെ തൂണുകളിൽ ദശാവതാരവും, പിന്നെ ഒരു സൈഡിലെ തൂണുകളിൽ കണ്ണൻ്റെ ജന്മം മുതൽ ദുർഗാരോഹണം വരെയുള്ള ഭാഗങ്ങളും നമ്മൾ യൂറോ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന വട്ട മിനുക്ക് പണിയിലാണ്. ഡിസംബർ 14-ാം തീയതി ഇത് ഭഗവാന് സമർപ്പിക്കുകയാണ്. ആ സാഹചര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു ദിവസം തന്നെയാണത്. രാവിലെ 6-ന് അഷ്ടപതി കച്ചേരി, 7 മണി മുതൽ സോപാന സംഗീതം, 8-നും 8:45-നും മധ്യേ നടപ്പന്തൽ സമർപ്പണ ഭദ്രദീപ പ്രോജ്വലനം, 12 മണി മുതൽ അന്നദാനം, പകൽ 3 മണി മുതൽ സോപാന സംഗീതം, വൈകിട്ട് 4 മണി മുതൽ സംഗീത സദസ്സ്, 5 മണിക്ക് നടപ്പന്തൽ സമർപ്പണ സമ്മേളനം എന്നിവ നടക്കും. ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രമേശ് ചെന്നിത്തല MLA അധ്യക്ഷനാകും. പ്രതിഭ MLA മുഖ്യപ്രഭാഷണം നടത്തും. നടപ്പന്തലിലെ ദശാവതാര ശില്പങ്ങളുടെയും മ്യൂറൽ ചിത്രങ്ങളുടെയും സമർപ്പണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് ഡി. സന്തോഷ് കുമാറും കവിയും ഗാനരചയിതാവുമായ വയലാർ ശരചന്ദ്ര വർമ്മയും നിർവഹിക്കും. രാത്രി 7 മണി മുതൽ ഗംഗാ ശശിധരന്റെ നേതൃത്വത്തിൽ വയലിൻ കച്ചേരി, ഗംഗാ തരംഗം എന്ന പരിപാടി നടക്കും. ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M.K. വേണുകുമാർ, മുൻ ക്ഷേത്ര മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഷാബു വാസുദേവൻ, മധുകുമാർ, ശ്യാംകുമാർ, കരപ്രതിനിധികളായ മാധവൻ നായർ, സജികുമാർ, അജയകുമാർ, ബിനോയ് വിശ്വൻ, ഗിരീഷ് മനോഹരൻ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, ഹരിപ്പാട്.